അപ്പു ജോൺ ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോസ് അപ്പു, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ ചിലപ്പോൾ അപ്പു ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിലേറ്റവും ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുന്ന രണ്ട് പോയിന്റുകളാണ്. ഒന്ന്, നിലവിൽ പ്രായോഗികമായി ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ട സമയമായി. പക്ഷേ ഡീകമ്മീഷൻ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് തമിഴ്നാട് ജനതയെ പ്രകോപിപ്പിക്കും. അതിന് രാഷ്ട്രീയ പരിഹാരം കാണാൻ കഴിയില്ല. മാത്രമല്ല, അതിന് പറ്റുന്ന നമുക്കും തമിഴ്നാടിനും ബാധകമായ ഒരു കോമൺ പഠനം നടന്നിട്ടുമില്ല. അപ്പോൾ ഒരു വഴി ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള ഡാമിൻ്റെ ജലവിധാനം താഴ്ത്തി ഡീകമ്മീഷൻ ചെയ്യാതെ തൊട്ടടുത്തൊരു കോൺക്രീറ്റ് ഡാം നിർമ്മിക്കുക എന്നതാണ്. അതാണോ മുൻപിലുള്ള സാധ്യത? അതിന് തമിഴ്നാട് ജനതയെ നമ്മൾ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുക. ഇതാണോ അപ്പുവിനും മുൻപിൽ തോന്നുന്ന ഏക സാധ്യത? ഇതേ കാര്യം തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ മുല്ലപ്പെരിയാർ വിഷയം ഉയർന്നു വരുമ്പോൾ അത് ആ ചർച്ച വരുമ്പോൾ തന്നെ അത് ഒരു ഈ ആളുകളുടെ സേഫ്റ്റി അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ജലലഭ്യത എന്നതിലുപരി അതൊരു വികാരപരമായ ഒരു മാനത്തിലേക്ക് എപ്പോഴും ഇത് മാറിപ്പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്ക വിഷയമായിട്ട് മാത്രമേ നമ്മളിപ്പോൾ ഇതിനെ കാണുന്നുള്ളൂ. ഇതിനകത്ത് കേരളം പണ്ട് തൊട്ടേ പറഞ്ഞു വയ്ക്കുന്നൊരു ആശയം അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും തമിഴ്നാട് ജലവും. ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയം ആദ്യമേ ഉയർന്നു വന്ന ആ സമയത്ത് അന്ന് നമ്മൾ പറഞ്ഞു ഒരു ഭൂചലനം വന്നാൽ ഈ ഡാമിന് താങ്ങാനാകത്തില്ല. അതിവൃഷ്ടി എന്ന് പറയുന്നത് അന്ന് നമ്മൾ ഒരു തിയറി മാത്രമായിരുന്നു. അതിവൃഷ്ടി എന്താണെന്ന് അതുവരെ മലയാളികൾക്ക് അറിയത്തില്ല. ഇത് ഞാൻ പറയുന്നത് 2010-11 കാലഘട്ടമാണ്. അതിനുശേഷം നമ്മൾ 2 പ്രളയങ്ങൾ കണ്ടു. ഇപ്പോഴത്തെ വയനാട് ഒരു ഉരുൾപൊട്ടൽ. അതിവൃഷ്ടി എന്ന് പറയുന്നത് ഇന്ന് ഒരു ദൈനംദിന സംഭവമായി മാറിക്കൊണ്ടിരിക്കുക, ക്ലൗഡ് ബേസ്റ്റ്. അപ്പോൾ ഒരു അതിവൃഷ്ടിയോ ഒരു ഭൂചലനമോ വന്നു കഴിഞ്ഞാൽ ഈ ഡാം നിലനിൽക്കില്ല എന്നാണ് പല പഠനങ്ങളും, അത് IIT ഡൽഹിയും റൂർക്കയൊക്കെ നടത്തിയ പഠനങ്ങൾ. അപ്പോൾ ഇന്ന് ഈ വിഷയത്തിന് കുറച്ചുകൂടെ പ്രസക്തി വന്നിരിക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ നിലവിലുള്ള ഡാം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിതിട്ട് അതേ ലെവലിൽ വെള്ളം തമിഴ്നാട്ടിന് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് തൽസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കേന്ദ്ര സർക്കാർ മധ്യസ്ഥം നിന്ന് ഇതിനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് പരാതി? ഇവിടെ ആർക്കാണ്? അതുപോലെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ഈ ഡാമിൻ്റെ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. 1000 കോടി രൂപ. കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപ, 2 ലക്ഷം കോടി രൂപ അടുത്താണ്. തമിഴ്നാടിൻ്റെ വാർഷിക ബഡ്ജറ്റ് ഇതിൻ്റെ ഇരട്ടി 3-3.5 ലക്ഷം കോടി രൂപയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു വാർഷിക ബഡ്ജറ്റ്. ഈ ഡാമിൻ്റെ ചിലവെന്ന് പറയുന്നത് 1000 അല്ലെങ്കിൽ 1500 കോടി എന്ന് വെച്ചോ. ഇതെന്ന് പറയുന്നത് ഈ സർക്കാർ 2 സർക്കാരുകളെ സംബന്ധിച്ചോളം ഇതൊരു അധിക ചിലവെന്ന് പോലും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. 1000 കോടി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരുകളുടെ വാർഷിക ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ചിലവല്ല. ഇതിൻ്റെ ആ ഒരു കോസ്റ്റ് ഈ 2 സർക്കാരുകൾ ഷെയർ ചെയ്ത് ഒരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് തമിഴ്നാടിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ബലം. കാരണം ഈ മുല്ലപ്പെരിയാറുടെ ജലം എന്ന് പറയുന്നത് കേരളത്തിന് ആവശ്യമില്ലാത്ത ജലമാണ്. കാരണം നമുക്ക് ഈ ജലം താഴെ ഇടുക്കിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഇടുക്കിയിൽ അല്ലാണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്രോതസ്സുകളും നമ്മുടെ സംസ്ഥാനങ്ങളിലുണ്ട്. ഇപ്പോഴും ആ ജലം കേരളത്തിലേക്ക് വരുന്നില്ല. ഇനി ആ ജലം ആവശ്യമില്ല. ഇനി പുതിയ ഡാം പെടാതെ തന്നെ പഴയ ഡാം അവിടെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴുള്ള രീതിയിൽ തന്നെ ജലം തമിഴ്നാടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ പുതിയ ഡാം പണിത് പഴയ ഡാം ഡീകമ്മീഷൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് തർക്കത്തിനും അവിടെ സ്ഥാനമില്ലല്ലോ. അപ്പോൾ ഇതിന് ജനങ്ങളെ ബോധവാന്മാരാക്കുക, ഇതിന് കേന്ദ്ര സർക്കാർ വലിയ റോൾ പ്രധാനപ്പെട്ട കാര്യം